പ്രശ്നം എന്നാ? ചോറ് സ്കൂട്ടറിൽ ഞാനും അമ്മയും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ എൻ്റെ ചോറല്ല ചമ്മന്തി ചോറ് മിക്സ് ആവുക. ചമ്മന്തി ചോറും മിക്സ് ആവുകയാണ്. അപ്പൊ അതിന് എന്നാ ചെയ്യുന്ന ഇപ്പം? ചമ്മന്തി വേറെ ബോക്സിൽ വെക്കണോ? അപ്പൊ അതിന് പാത്രമില്ലല്ലോ, നമുക്ക് പോയി മേടിച്ചാലോ? ചമ്മന്തി വെക്കാനായിട്ട് എന്നാ ഒരു ബോക്സ് പോയി വാങ്ങിയാലോ? പോയാലോ? വാങ്ങാം. എൻ്റെ ചമ്മന്തിക്കൂട്ടിന് ചമ്മന്തി വെക്കാനായിട്ട് കറിപ്പാത്രം വാങ്ങിക്കാൻ ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിലേക്കാണ് പോകുന്നത്. സാധാരണ നമ്മൾ ചോറിൽ ചമ്മന്തി ഇങ്ങനെ ഉരുട്ടി വെച്ചില്ലേ കൊടുത്തു വിടുന്നതും നമ്മളൊക്കെ കുഞ്ഞിലേക്ക് കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരാൾക്ക് ചമ്മന്തി സെപ്പറേറ്റ് വെക്കണം. കാരണം ചമ്മന്തി അവൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതിൽ ചോറ് പറ്റാൻ പാടില്ല. അത് അവന് വെറുതെ ഇങ്ങനെ വായിൽ വെച്ച് കഴിക്കണം. അപ്പോൾ കുറേ ആയി എന്നോട് പറയുന്നത് ചമ്മന്തി ചോറിൽ വെക്കല്ലേ. അപ്പം വലിയ കറിപ്പാത്രങ്ങളൊക്കെ ഉണ്ട്. ചെറുതൊക്കെ അവൻ സ്കൂൾ ഓപ്പൺ ആയ ടൈമിൽ വാങ്ങിയതെല്ലാം കളഞ്ഞിട്ട് വന്നുകൊണ്ട് ഇപ്പോൾ പുതിയത് വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ പുതിയത് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് വേറെ കുറേ അലക്കുലത്തെ ഐറ്റംസൊക്കെ വീട്ടിലേക്ക് വേണ്ടതൊക്കെ ഞാൻ ഓർത്ത് അവിടെ ചെന്ന് വാങ്ങി. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്കും അവനെല്ലാം 2 എണ്ണം വേണം. അപ്പോൾ ഒരു മുറം എടുത്തപ്പം അവൻ പറഞ്ഞ് 2 എണ്ണം വേണം. ഒന്ന് മാഗിക്കാന്ന്. മാഗി എൻ്റെ ഉമ്മച്ചിയാണേ. ഞാനും എൻ്റെ അനിയനും ഉമ്മച്ചി എന്ന് വിളിക്കുന്ന കേട്ട് ഇച്ചിബി കുഞ്ഞായിരിക്കും മുതൽ ഉമ്മാഗി എന്ന് വിളിച്ച് ലാസ്റ്റ് അതിപ്പം മാഗിയായി. അങ്ങനെ എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് ഓരോന്നായിട്ട് എടുത്ത് ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയതാണ് ഈ 2 മുറം. അവിടെ ചെന്നപ്പോൾ എനിക്ക് മുറം കണ്ടപ്പോൾ വാങ്ങിക്കാനായിട്ട് തോന്നി. എൻ്റെ അടുത്ത് ഉണ്ട് ഇങ്ങനത്തെ 2-3 എണ്ണം. എന്തായാലും പുതിയത് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നുമല്ലോ. പിന്നെ ഇതാണ് ഇച്ചിബി പെറുക്കി വെച്ചിരിക്കുന്ന മുറം മാഗിക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ചില സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ ചെന്ന് കഴിയുമ്പോഴല്ലോ അയ്യോ അത് ഓർത്തിങ്ങനെ വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിയ ഒരു ഐറ്റമാണ് ഈ ഒരു കത്രിക. എൻ്റെ അടുത്ത് മീൻ വെട്ടുന്ന കത്രിക ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചായിട്ട് അതിൻ്റെ മൂർച്ചയൊന്നും ഇല്ലാതെ കിടക്കും. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് പുതിയ ഒരെണ്ണം വാങ്ങിക്കാൻ. പിന്നെ ഇക്ക എപ്പോഴും മീൻ കട്ട് ചെയ്ത് കൊണ്ടിരുന്നതുകൊണ്ട് അങ്ങനെ മീൻ വെട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് ഇച്ചിമിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനത്തിന് വേണ്ടിയാണല്ലോ അവിടെ വരെ പോയത്. അങ്ങനെ 2-3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. സാമ്പാറും ബാക്കിയുള്ള കറിയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇഷ്ടംപോലെ കറിപ്പാത്രങ്ങളുണ്ട്. എന്നാലും ചമ്മന്തി വെക്കാൻ പാകത്തിന് ഒരെണ്ണം ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നപ്പോഴാണ് അവൻ പറയുന്നത് അവൻ്റെ ബാത്റൂമിൽ കപ്പ് പൊട്ടിയിരിക്കുകയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ചെറുതായിട്ട് എങ്ങാണ്ട് പൊട്ടിയിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്ന് നോക്കിയപ്പോൾ അങ്ങനെ അത് ഒരെണ്ണം വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. ബൈ.